എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഇപ്പോൾ നിന്റെ ജീവിതത്തിന്റെ ഒരു വലിയ വഴിത്തിരിവിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഒരു വശത്ത് പുതിയ സാധ്യതകളും മറുവശത്ത് തീരാത്ത സംശയങ്ങളും നിന്നെ വലയ്ക്കുന്നുണ്ടാകാം. നീ ദീർഘകാലമായി പ്രാർത്ഥിക്കുന്ന ആ വലിയ മാറ്റം അല്ലെങ്കിൽ ആ വലിയ വിടുതൽ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിക്കുമോ എന്ന് നീ അതിശയിക്കുന്നുണ്ടാകാം. നീ ഇതുവരെ നടന്നുവന്ന വഴികൾ ഒരുപക്ഷെ അടഞ്ഞ വാതിലുകളുടേതും തടസ്സങ്ങൾ നിറഞ്ഞ പാതകളുടേതുമായിരുന്നിരിക്കാം. നിന്റെ സ്വപ്നങ്ങൾ നിനക്കെട്ടാത്ത ദൂരത്താണെന്ന് നിനക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അത് നിന്റെ ജീവിതത്തെയും നിന്റെ കാഴ്ചപ്പാടിനെയും പൂർണ്ണമായി മാറ്റാൻ പോകുന്ന ഒന്നാണ്. നീ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ, നിന്റെ ഹൃദയത്തോട് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ, നിന്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും നിനക്കനുകൂലമായി ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടഞ്ഞ വാതിലുകൾക്കും വൈകി വന്ന ഉത്തരങ്ങൾക്കും പിന്നിൽ നിനക്കായി ഞാൻ കരുതിവെച്ച വലിയൊരു പദ്ധതിയുണ്ട് എന്ന് നീ തിരിച്ചറിയണം. അത് നിന്റെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ കേവലം യാദൃച്ഛികമല്ല എന്ന് നീ മനസ്സിലാക്കണം. ഞാൻ നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനകൾ ഞാൻ കേൾക്കാത്തതുകൊണ്ടോ സംഭവിക്കുന്നതല്ല ഇവയൊന്നും. നീ ഇപ്പോൾ കടന്നുപോകുന്നത് ഒരു വലിയ അത്ഭുതത്തിന് മുന്നോടിയായുള്ള ഒരുക്കത്തിന്റെ ഘട്ടത്തിലൂടെയാണ്. നിനക്ക് ലഭിക്കാൻ പോകുന്ന വലിയ അനുഗ്രഹത്തെ ഉൾക്കൊള്ളാനുള്ള മാനസികവും ആത്മീയവുമായ പക്വത നിനക്കുണ്ടാവാനാണ് ഞാൻ ചില സാഹചര്യങ്ങളെ നിന്റെ ജീവിതത്തിൽ അനുവദിച്ചത്. നീ കാത്തിരുന്ന ആ വലിയ നിമിഷത്തിനായി നിന്റെ സ്വഭാവത്തെയും ചിന്താഗതിയെയും ഞാൻ രൂപപ്പെടുത്തുകയായിരുന്നു. നിനക്ക് നന്മ നൽകാൻ ഞാൻ വൈകുകയല്ല, മറിച്ച് നിനക്ക് ഏറ്റവും മികച്ചത് നൽകാൻ നിന്നെ യോഗ്യനാക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യത്തിനും കൃത്യമായ ലക്ഷ്യമുണ്ട്. അത് നിന്നെ തളർത്താനല്ല, മറിച്ച് നിന്നെ വളർത്താനാണ്. ഈ സത്യം നീ ഉൾക്കൊള്ളുമ്പോൾ നിന്റെ ഹൃദയത്തിൽ പുതിയൊരു സമാധാനം നിറയുന്നത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുറച്ചു വിശ്വസിക്കുക. ചരിത്രത്തിലേക്ക് നോക്കുക. ജോസഫിനെ ഈജിപ്തിന്റെ അധികാരിയാക്കുന്നതിനു മുൻപ് കുഴിയിലും ജയിലിലും കിടക്കാൻ ഞാൻ അനുവദിച്ചു. മോശയെ എന്റെ ജനത്തെ നയിക്കാൻ ഒരുക്കുന്നതിനു മുൻപ് 40 വർഷം വിജനമായ മരുഭൂമിയിൽ ക്ഷമ പഠിക്കാൻ ഞാൻ വിട്ടു. ദാവീദിനെ രാജാവാക്കുന്നതിനു മുൻപ് ഗോലിയാത്തിനെയും ശൗലിന്റെ പീഡനങ്ങളെയും നേരിടാൻ ഞാൻ അവനെ അനുവദിച്ചു. ഇവയൊന്നും ശിക്ഷകളായിരുന്നില്ല, മറിച്ച് അവരുടെ ദൗത്യത്തിനു വേണ്ടിയുള്ള പരിശീലനങ്ങളായിരുന്നു. അതുപോലെ നിന്റെ ജീവിതത്തിലെ ഇന്നത്തെ പ്രയാസങ്ങളും നിനക്കായി ഞാൻ നിശ്ചയിച്ചിട്ടുള്ള വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. നിന്റെ സ്വഭാവത്തെയും ആത്മീയ കരുത്തിനെയും വർദ്ധിപ്പിക്കാൻ ഈ സാഹചര്യങ്ങൾ ആവശ്യമാണ്. നിനക്ക് നേരെ വരുന്ന ഓരോ എതിർപ്പുകളും യഥാർത്ഥത്തിൽ നിന്നെ വിജയത്തിലേക്ക് നയിക്കുന്നതിനുള്ള എന്റെ ക്രമീകരണങ്ങളാണ്. ലോകം നിന്നെ തള്ളിക്കളയുമ്പോൾ ഞാൻ നിന്നെ ഉയർത്താൻ ഒരുങ്ങുകയാണ്. നീ അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടും നിന്റെ വരാനിരിക്കുന്ന വലിയ സന്തോഷത്തിനുള്ള നിക്ഷേപമാണ്. നിന്റെ ജീവിതത്തിലെ ഇരുണ്ട അധ്യായങ്ങൾ തീരാൻ പോകുന്നു. ഒരു പുതിയ പുലരി അടുത്തു കഴിഞ്ഞു.